ഇസ്രായേലും നെതന്യാഹുവും പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് അടുക്കുകയാണെന്ന് തെളിയിക്കുന്ന വാർത്താ റിപ്പോർട്ടുകളാണ് മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ ഇടവിട്ട് പുറത്തുവരുന്നത്. ഹിസ്ബുള്ളയുമായുള്ള സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ US നയതന്ത്ര പ്രതിനിധി അമോസ് ഹോർസ്റ്റീൻ ഇസ്രായേൽ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി US പ്രതിനിധി ലെബനൻ സന്ദർശിച്ചേക്കും. US സഹായത്തോടെ ഹിസ്ബുള്ളയുടെ ആക്രമണ വ്യാപ്തി കുറയ്ക്കാൻ ഇസ്രായേൽ ആഗ്രഹിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പ്രത്യേക കൂടിക്കാഴ്ച. ഹിസ്ബുള്ളയ്ക്ക് മുന്നിൽ പരാജയപ്പെട്ടുവെന്ന് തുറന്നു പറയാതെ തന്നെ ഇസ്രായേൽ പരാജയം സമ്മതിക്കുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, പ്രസിഡന്റ് ഐസക് ഹെർസോഗ്, പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് എന്നിവരുമായി US പ്രതിനിധി ചർച്ച നടത്തിയിരിക്കുകയാണ്. ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തിയിലെ സംഭവ വികാസങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങളും സാഹചര്യങ്ങളും മന്ത്രി യോവ് ഗാലന്റ് US പ്രതിനിധിക്കു മുന്നിൽ വിശദമാക്കി. ഇസ്രായേലിന്റെ വടക്കൻ കമ്മ്യൂണിറ്റികൾക്കെതിരെ ഹിസ്ബുള്ള നടത്തുന്ന ദൈനംദിന ആക്രമണങ്ങളെ ഊന്നിപ്പറഞ്ഞാണ് മന്ത്രി സാഹചര്യം വിശദമാക്കിയത്. ഹിസ്ബുള്ളയെ പ്രതിരോധിക്കുന്നതിനും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളെ ഇല്ലാതാക്കുന്നതിനും വേണ്ടി ഇസ്രായേൽ സൈന്യം നടത്തിയ ശ്രമങ്ങളെയും US പ്രതിനിധിക്ക് മുന്നിൽ മന്ത്രി വിശദീകരിച്ചു. സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ചും മേഖലയിലെ മറ്റു പ്രശ്നങ്ങളെ സംബന്ധിച്ചും US പ്രതിനിധി അമോസ് ഹോസ്റ്റീനുമായി മന്ത്രി ദീർഘനേരം സംസാരിച്ചുവെന്നാണ് യോവ് ഗാലന്റിന്റെ ഓഫീസ് വ്യക്തമാക്കുന്നത്. ഇസ്രായേലും ലബനീസ് ഗ്രൂപ്പായ ഹിസ്ബുള്ളയും തമ്മിൽ ഒരുപക്ഷെ സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് കടക്കാനുള്ള സാധ്യത നിലനിൽക്കെയാണ് ഹോസ്റ്റീന്റെ ഇസ്രായേൽ സന്ദർശനം. തെക്കൻ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡർ കൊല്ലപ്പെട്ടിരുന്നു. തൊട്ടുപിന്നാലെയാണ് ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ ആക്രമണം ശക്തമാക്കിയത്. ഗസ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം ദിവസേന ഇസ്രായേലി സൈനിക താവളങ്ങൾ ലക്ഷ്യമിടുന്ന ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ പുതിയ ആക്രമണം പ്രഖ്യാപിച്ചിട്ടില്ല. ഈദുൽ അദ്ഹയോടനുബന്ധിച്ച് ഹിസ്ബുള്ള പുതിയ ആക്രമണങ്ങളിലേക്കൊന്നും കടന്നില്ലെന്നാണ് യുദ്ധ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അതേസമയം US പ്രതിനിധി അമോസ് ഹോസ്റ്റീൻ ലെബനൻ സന്ദർശിച്ചോ എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല. US തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ച ഹിസ്ബുള്ളയുമായി ഹോസ്റ്റൈൻ പരോക്ഷ ചർച്ചകൾ നടത്തുന്നതായി വാൾ സ്ട്രീറ്റ് ജേണൽ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ലെബനീസ് പാർലമെന്റ് സ്പീക്കർ നബീഹ് ബെറിയുമായി അദ്ദേഹം സംസാരിച്ചുവെന്ന് വ്യക്തമാക്കുന്നതാണ് റിപ്പോർട്ട്. ശത്രുത അവസാനിപ്പിക്കുന്നതിനുള്ള പ്രാഥമിക ഉടമ്പടി സംബന്ധിച്ച് ഇരു കക്ഷികളും ചർച്ച ചെയ്യുന്നുണ്ടെന്നാണ് അൽ ജസീറയുടെ റിപ്പോർട്ട്. ലെബനൻ ഇസ്രായേൽ അതിർത്തിയിൽ സംഘർഷം വർദ്ധിക്കുന്നതിൽ ആശങ്കയുണ്ടെന്ന് വ്യക്തമാക്കിയ US ഏറ്റുമുട്ടൽ ഒഴിവാക്കാനുള്ള നിർദ്ദേശവും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സമ്പൂർണമായ യുദ്ധമില്ലാതെ ഈ സംഘർഷം പരിഹരിക്കാൻ കഴിയുന്ന നയതന്ത്ര ചട്ടക്കൂട് രൂപപ്പെടുത്തിയെടുക്കാനാകുമെന്ന് വിശ്വസിക്കുന്നുവെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ പറഞ്ഞു. ലെബനൻ ഇസ്രായേൽ അതിർത്തിയിലെ പ്രതിസന്ധിക്ക് നയതന്ത്രപരമായ പരിഹാരം വേണമെന്നാണ് US നിലപാട്. ഗസയിലെ യുദ്ധം അവസാനിക്കുന്നതുവരെ ആക്രമണം അവസാനിപ്പിക്കില്ലെന്ന് ഹിസ്ബുള്ളയും പ്രഖ്യാപിക്കുന്നു. ഒക്ടോബർ 7-ന് ഗസയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന്റെ പിറ്റേന്ന് തൊട്ട് വടക്കൻ ഇസ്രായേലിലെ സൈനിക താവളങ്ങൾ ലെബനീസ് സംഘടന ആക്രമിക്കാൻ തുടങ്ങി. തെക്കൻ ലെബനനിലെ ഗ്രാമങ്ങളിൽ ബോംബാക്രമണം നടത്തിയും ഹിസ്ബുള്ളയുടെ സൈനിക താവളങ്ങൾ ലക്ഷ്യമാക്കിയുമാണ് ഇസ്രായേൽ ഇതിനോട് പ്രതികരിച്ചത്. അടിക്കടിയുള്ള ആക്രമണങ്ങളും ഏറ്റുമുട്ടലുകളും മിക്കവാറും അതിർത്തി പ്രദേശത്ത് മാത്രമായി ഒതുങ്ങി നിൽക്കുന്നതായിരുന്നു. തങ്ങളുടെ രാജ്യത്തിന്റെ വടക്കൻ അതിർത്തിയിൽ നിന്ന് ഹിസ്ബുള്ളയെ പിന്തിരിപ്പിക്കുമെന്ന് ഇസ്രായേലി ഉദ്യോഗസ്ഥർ പ്രഖ്യാപിക്കുകയുമുണ്ടായി. എന്നാൽ ഇസ്രായേലി സൈനികർ ആ പ്രഖ്യാപനം നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് തന്നെ പറയാം. ഇത് നയതന്ത്രപരമായോ സൈനികപരമായോ പരിഹരിക്കപ്പെടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. 5000 റോക്കറ്റുകൾ നമ്മുടെ വടക്ക് ഭാഗത്ത് പെയ്തിറങ്ങുന്നു. രാജ്യത്തിന്റെ വടക്ക് ഭാഗം വാസയോഗ്യമല്ലാതെയാകുന്നുവെന്നാണ് ഇസ്രായേൽ പ്രതിനിധി ഡേവിഡ് മെൻസർ പറഞ്ഞത്. ഹിസ്ബുള്ളയെ പിന്തിരിപ്പിക്കാനും ഗസയിൽ യുദ്ധലക്ഷ്യം നേടാനും പാടുപെടുന്ന നെതന്യാഹു സർക്കാരിനുമേൽ സമ്മർദ്ദം അതിശക്തമാണ്. അതിർത്തിയുടെ ഇരുവശത്തുമുള്ള 10,000-കണക്കിന് ആളുകളെ ആക്രമണങ്ങൾ മാറ്റിപ്പാർപ്പിച്ചുവെന്ന് തന്നെ പറയാം. ഗസയിലെ യുദ്ധത്തിന്റെ മേൽനോട്ടം വഹിക്കാൻ രൂപീകരിച്ച അടിയന്തര സർക്കാരിൽ നിന്ന് ബെന്നി ഗാൻസ് രാജിവെച്ച് 8 ദിവസത്തിന് ശേഷം തിങ്കളാഴ്ചയാണ് നെതന്യാഹു തന്റെ യുദ്ധകാല മന്ത്രിസഭ പിരിച്ചുവിട്ടത്.
അതേസമയം ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങളോട് കൂടുതൽ ശക്തമായി പ്രതികരിക്കണമെന്നു തന്നെയാണ് ചില ഇസ്രായേലി ഉദ്യോഗസ്ഥരുടെ നിലപാട്.